നമസ്കാരം. അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു 40 വില്ലാസൊക്കെ ഏകദേശം വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന നല്ല മനോഹരമായൊരു വീടാണ് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ഒരു വില്ല എന്ന് പറയുമ്പോഴത്തേക്ക് റെഡി ടു മൂവ് ഓൺ ആയിട്ടുള്ള ഒരു വില്ലയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഓൾറെഡി നമുക്കെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ള വീടാണ് നമുക്കിത് വരുന്നത്. അപ്പം നല്ല മണി വർത്തായിട്ടുള്ള ഒരു വീടും കൂടെയാണ് നമുക്കിത് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 100 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അതിമനോഹരമായ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. നമുക്ക് ഏകദേശം ഇവിടുത്തെ വീടുകളൊക്കെ സെയിലായി നമുക്ക് ആൾതാമസമുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫ്രണ്ട് ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. നല്ല ലോറി സൈറ്റും കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നെ വരുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനും അതുപോലെ തന്നെ എലിവേഷനിൽ തന്നെ നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയലും അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു എലിവേഷനാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു എലിവേഷൻ, നല്ല ആഡംബര ഭംഗിയായിട്ടുള്ള ഒരു വീടും കൂടെയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കടക്കാം. സെൻട്രൽ സിറ്റി എന്ന് പറയുമ്പോൾ 12 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് ഒരു വീട് വരുന്നത്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വട്ടിയൂർക്കാവ് എന്ന് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇത് വന്നിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ വീടിനകത്ത് എത്ര വലിയൊരു SUV കോമ്പാക്റ്റ് വണ്ടികളായാലും സുഖമായിട്ട് എൻട്രി ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പൊസിഷൻ വരുന്നത്. കാർ പാർക്കിൽ തന്നെ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് പോലെ നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനാക്കി നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് വാതിലുള്ളത്, നമുക്ക് ബാക്കിലെ വർക്ക് ഏരിയയിൽ നമുക്ക് പ്രവേശിക്കാനുള്ളൊരു വാതിലാണ് നമുക്കിവിടെ ഇത് വരുന്നത്. അപ്പോൾ ഈ ഡോറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു നല്ല അടിപൊളിയായിട്ടുള്ള വുഡൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭംഗി നമുക്കിവിടെ കാണാൻ പറ്റും. തൊട്ട് സൈഡിലായിട്ട് തന്നെ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുമുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു സ്ക്വയർ രീതിയിലുള്ള സിറ്റ് ഔട്ട് നമുക്ക് വരുന്നുണ്ട്. 8x8 ഡയമെൻഷൻ വരുന്ന ഒരു സ്ക്വയർ മോഡലുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ വരുന്നത്. 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡ് വർക്കിലാണ് നമുക്ക് ഈ പാനൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. തേക്കിൻ തടിയിലാണ് നമുക്കിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കിയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോറും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് വരുന്നത്. നല്ല വലിയൊരു സിംഗിൾ പാളി ഡോറാണ് വരുന്നത്. ഡിജിറ്റൽ ലോക്കും കാര്യങ്ങളാണ് ഈ ഒരു ഡോറിൻ്റെ ഹാൻഡിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ ലോക്കാണ് നമുക്ക് ഈ ഒരു ഡോറിൽ വരുന്നത്. നമുക്ക് നേരെ വീണ്ടും ഇന്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇതാണ് നമുക്കുള്ള ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ നല്ല മനോഹരമായൊരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഡെക്കറേഷനാക്കി TV യൂണിറ്റ് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ പണി ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. 2 സോഫയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള സോഫയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം കവറപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു സെൻറ്റർ ടേബിൾ ഉൾപ്പെടെയാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള നമുക്ക് വ്യൂ ആണ് നമുക്ക് ഈ കാണുന്നത്. ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയയിൽ നമുക്ക് 4 സീറ്റ് ഇത് വരുന്ന ചെയർ വരുന്ന ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ നമുക്കിവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലുള്ള ഫർണിച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ
തടിയിൽ തന്നെ വുഡ് വർക്കിൽ തന്നെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. താഴെ മുകളിലുമായിട്ട് കുറച്ച് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ഡൈനിങ് ഏരിയ നമുക്കൊരു 12x12 ഡയമെൻഷനാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ പ്ലേസ് വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് വരുന്നത്. വാഷ് കൗണ്ടർ ഏരിയ നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു കവേർഡ് പ്ലേസിങ്ങിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്താണ് നമുക്ക് ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലീവിങ് ഏരിയയിൽ നിന്നായാലും ഡൈനിങ് ഏരിയയിൽ നിന്നായാലും പെട്ടെന്ന് നമുക്കൊരു പാർട്ടീഷനായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ്. ജാഗുറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷെൽഫ് പോലത്തെ മോഡൽ സ്റ്റോറേജ് സ്പേസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീണ്ടും കിച്ചൻ്റെ ഭാഗത്തോട്ട് പോകാം. കിച്ചൻ്റെ ഭാഗത്തോട്ട് പോകുന്നതിന് മുമ്പ് ഇത് നമുക്കൊരു 3D ആർട്ട് വർക്കാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് ഏരിയയുടെയും ഫസ്റ്റ് ബെഡ്റൂമിൻ്റെയും സൈഡിലായിട്ടാണ് ഈ ഒരു ആർട്ട് വർക്ക് വരുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് 3D ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീണ്ടും കിച്ചൻ്റെ ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും കിച്ചൻ്റെ ഒരു പാർട്ടീഷൻ ഭാഗം എന്ന് പറയുമ്പോൾ ഡൈനിങ് ഏരിയയും പാർട്ടീഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. കംപ്ലീറ്റ് നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളാണ് നമുക്ക് ഈ പാർട്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെ നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈ ഒരു പാർട്ടീഷനിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡ് വർക്കാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ചിമിനിയും അതുപോലെ തന്നെ ഹോബും കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാം കഴിഞ്ഞ ഒരു ഏരിയ ആണ്. 16x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു കിച്ചൺ നമുക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള ഒരു സെപ്പറേറ്റ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കൊടുത്താണ് കബോർഡ്സിൻ്റെ താഴെയെല്ലാം നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ആണ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്കിവിടെ കിച്ചണിലും വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ഗ്ലോസി ടൈപ്പ് ആയിട്ട് വരുന്ന നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു വർക്ക് ഏരിയയും വരുന്നതും. നേരെ വർക്ക് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും വർക്ക് ഏരിയ. വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് നമുക്ക് വരുന്നത്. സ്ലാബും കാര്യങ്ങളൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. സിങ്കും നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്തെടുത്ത ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു ഡോറെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കിച്ചണിനോട് ചേർന്ന് നടക്കുന്ന വർക്ക് ഏരിയ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 14x16 ഡയമെൻഷനാണ് നമുക്കിവിടെ ബെഡ്റൂം സൈസായിട്ട് നമുക്ക് വരുന്നത്. ഓൾറെഡി ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തടിയുടെ ബെഡ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് ഒരു വാൾ റൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു റൂം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ് സ്പേസ് ഏരിയയിലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. തൊട്ട് സൈഡിലായിട്ട് തന്നെ 2 വുഡൻ പാനൽ വർക്കും കാര്യങ്ങളും വരുന്ന ഒരു ഏരിയ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഡ്രസ്സിംഗ് വാൾ റൂംസും നമുക്കിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേറ്റീവായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിളാണ് നമുക്കിവിടെ വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ജാഗോറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ബാത്റൂമിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോർ പ്രിന്റ് വരുന്ന പ്രീമിയം രീതിയിലുള്ള ടൈൽസ് നമുക്ക് ടോപ്പ് എൻഡ് വരെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളൊക്കെ വുഡ് വർക്കിൽ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഹാൻഡിൽസ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും
സ്റ്റെയറും കാര്യങ്ങളും സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി നമുക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറൊക്കെ അത്യാവശ്യം നല്ല വീതിയും വിശാലമുള്ള സ്റ്റെപ്സാണ് നമുക്ക് വരുന്നത്. മുകളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെക്കറേഷനാക്കി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വരുന്നത്. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മെയിൻ ഹാളിലാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒരു ഹാൾ ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 12x15 നമുക്കിവിടുത്തെ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ മുകളിലോട്ടും സൈഡിലായിട്ടും ഒക്കെ നമുക്ക് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഏരിയ കവറപ്പ് ആക്കിയിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. 12x14 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം സൈസും വരുന്നത്. വാൾ റൂംസ് ഒക്കെ ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ജാഗോറിൻ്റെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ചുമരിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള ഒരു പ്ലേസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് ഒരു ഭാഗം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു തുണി തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു റൂം വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂമാണ് വരുന്നത്. 20x16 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ വീതിയുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു വലിയൊരു വാൾ റൂംസ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഇങ്ങനത്തെ ഒരു ഫോൾ സീലിംഗ് വർക്ക് പാറ്റേൺ ആണ് ഡെക്കറേഷനാക്കി നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് മിററും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് എല്ലാ റൂംസിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ജാഗോറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടെല്ലാം യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ബാൽക്കണി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ബാൽക്കണിയിലോട്ട് പോകാനുള്ള ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി സ്പേസ്, നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണി സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബാൽക്കണി. ടെറാക്കോട്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ്. ടെക്സ്ചർ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ചുമരാണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം നല്ല കാണാൻ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ലുക്കാണ് വരുന്നത്. ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വേണ്ട ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ് നമ്മളീ പോകാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അതിനുള്ള TV യൂണിറ്റ് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം വുഡൻ വർക്കിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഫോൾ സീലിങ്ങും അതുപോലെ തന്നെ എല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്താണ് ഫോൾ സീലിംഗ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് നല്ല മനോഹരമായൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിശാലമേറിയ റൂം. നല്ല വലിയ കിങ് സൈസിലെ ബെഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഒരു വാൾ റൂംസ് ഒക്കെ നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള വലിയ വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ്. 20x24 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ബെഡ്റൂമാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. നമുക്ക് നേരത്തെ ഒരു റൂമിലോട് ചേർന്നൊരു ബാൽക്കണി കണ്ടു. ഇതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി. അത് നമ്മുടെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മെയിൻ ബാൽക്കണി നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ
ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെറാക്കോട്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് വരുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. ഹാൻഡിൽസും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് നമുക്ക് ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡൻ പാനലും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള മനോഹരമായ ഒരു ചുമരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ വട്ടിയൂർക്കാവ് കാവുംപുറം സൈഡിലുള്ള നല്ല മനോഹരമായ ഇത്രയും വിശാലമേറിയ സ്പേസുള്ള ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും 100 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,20,000 നമുക്ക് ഇതിന് ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും 1,20,00,000 അത്യാവശ്യം നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു റേറ്റും കൂടെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നത്. അപ്പം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹോം ലോൺസും കാര്യങ്ങളൊക്കെ വേണമെന്നില്ല, പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലോൺസും കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.